ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് സേഫ് ഫാൾ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. ഇപ്പോൾ പ്ലേ സ്റ്റോർ ഉണ്ട്, നമ്മുടെ മൊബൈലിൽ എല്ലാവരുടെ മൊബൈലിൽ പ്ലേ സ്റ്റോർ ഉണ്ടാവും. പ്ലേ സ്റ്റോറിൽ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ സെർച്ച് ഉണ്ടല്ലോ, സെർച്ചിൽ സേഫ് ഫാൾ എന്ന് ടൈപ്പ് ചെയ്യുക. SAFE ഇതവിടെ ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ ഒരു 3 ലെറ്റർ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ തന്നെ ഇവിടെ സേഫ് ഫാൾ എന്ന് കാണിക്കും. സേഫ് ഫാൾ കൊടുക്കുക. ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ആയ നമുക്ക് ഓപ്പൺ എന്ന ഓപ്ഷൻ കേൾക്കുന്നില്ലേ, അതിനെ ടച്ച് ചെയ്യുക. ഓപ്പൺ ടച്ച് ചെയ്താൽ സേഫ് ഫാളിൻ്റെ ഉള്ളിലേക്കാണ് പോവുക. ഇൻ്റർഫേസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് വാലറ്റ്. ഇതിൽ 3 ഓപ്ഷൻ ഉണ്ട്, എങ്കിലും ക്രിയേറ്റ് വാലറ്റ് കൊടുക്കുക. അപ്പോൾ ഒരു പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് നമ്മൾ 6 ഡിജിറ്റൽ പാസ്വേഡാണ് കൊടുക്കേണ്ടത്. 6 നമ്പറാണ് കൊടുക്കേണ്ടത്. ആ നമ്പർ നിങ്ങൾ വ്യക്തമായിട്ട് എഴുതി വെക്കണം, കാരണം അത് ഒരിക്കലും മറക്കരുത്. ഈ സേഫ് ഫാൾ എന്ന് കാലാകാലത്തിന് യൂസ് ചെയ്യുന്നതിന് നമുക്ക് ഈ നമ്പർ വളരെ അത്യാവശ്യമാണ്. ഈ 6 നമ്പർ ഞാൻ കൊടുക്കുകയാണ്. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം ചോദിക്കും 6 നമ്പർ. അതേപോലെ 2 പ്രാവശ്യം നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഫിംഗറിങ് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഫിംഗറിങ് ചോദിക്കുന്നുണ്ട്. ഫിംഗറിങ് ആണ് എനിക്ക് ഇവിടെ ചോദിക്കുന്നത്. ചിലവർക്ക് പാസ്വേഡായിരിക്കും ചോദിക്കുക. ഫിംഗറിങ് ചോദിച്ചാൽ ഫിംഗറിങ് കൊടുക്കുക, പാസ്വേഡ് ചോദിച്ചാൽ പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഈ പാസ്വേഡൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ചോദിക്കുന്നത് ബാക്കപ്പ് നൗ. ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ബ്ലൂ കളർ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കപ്പ് മാനുവലി ചോദിക്കും. അപ്പോൾ ബാക്കപ്പ് മാനുവലി ടച്ച് ചെയ്ത് വെച്ച് നമ്മൾ ഈ 3 ടിക്ക് കൊടുക്കണം. ഈ 3ഉം നമ്മൾ ടിക്ക് ചെയ്യണം. ബാക്കപ്പ് മാനുവൽ ടച്ച് ചെയ്തതിന് ശേഷം ഇത് വരും. ഇത് 3 ടിക്ക് ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡ് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഏത് പാസ്വേഡാണോ ഫസ്റ്റ് കൊടുത്ത് ആ പാസ്വേഡ് തന്നെ കൊടുക്കണം. പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കീപാഡാണ് ഓപ്പൺ ആവുക. ഈ കീപാഡ് നമുക്ക് ഓപ്പൺ ആവും. ഈ കീപാഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ കീപാഡ് നമ്മളൊരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ഫോണിലോ ഫോട്ടോ എടുക്കുക. കാരണം ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് എഴുതി വയ്ക്കുക. അപ്പോൾ ഞാൻ എഴുതി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് എഴുതി വയ്ക്കണം, കാരണം ഇതാ ഞാൻ എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് മുഴുവൻ കൃത്യമായിട്ട് എഴുതി വയ്ക്കണം. അതിൽ മെയിനായിട്ട് ഇവിടെ 1, 2, 3 ഉണ്ടാവും, കണ്ടില്ലേ? ഇതിൻ്റെ സൈഡിൽ 1, 2, 3 ഇത് ആ ഓർഡറിൽ വേണം നമ്മൾ എഴുതാൻ. അതേ ഓർഡറിൽ തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഇത് എഴുതി വയ്ക്കുന്നത് ഒരിക്കലും മിസ്സാവരുത്. ഞാനൊരു ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി പേപ്പറിൽ എഴുതിയതാണ്. പക്ഷെ നിങ്ങൾ എത്ര കാലകാലം കഴിഞ്ഞാലും നോക്കാൻ പറ്റുന്ന പോലെയുള്ള ഡയറിയിലോ അല്ലെങ്കിൽ മെയിനായിട്ടുള്ള സ്ഥലത്ത് ആ പേപ്പർ എടുത്ത് വയ്ക്കണം. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഇതിൽ നെക്സ്റ്റ് ബട്ടണിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ടോട്ടൽ ആശ്ലേഷനായിട്ട് മാറി മാറി ഇരിക്കും. അതിനെ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ മാറി മാറി ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേപ്പറിൽ നമ്മൾ എന്താണ് എഴുതിയിരിക്കുന്നത്, ഇവിടെ എഴുതിയിട്ടില്ലേ പേപ്പറിൽ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ഒറിജിനൽ എന്നുള്ളതാണ്. അപ്പോൾ ഒറിജിനൽ എവിടെയാണ് ഉള്ളത് നോക്കുക. ആ ഒറിജിനലിൽ നമ്മൾ ടച്ച് ചെയ്യുക. അപ്പോൾ ഒറിജിനൽ ഇവിടെയാണ് ഉള്ളത്, താഴെയാണ് ഉള്ളത്. അപ്പോൾ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് മുകളിൽ കയറിക്കോളും. ഓക്കെ, അടുത്ത് ഇവിടെ എന്താ ഉള്ളത് നോക്കുക, അതിൽ ടച്ച് ചെയ്യുക. ഇത് രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞില്ല, ഇലക്ട്രിക് എന്നില്ലേ? അപ്പോൾ നമ്മളിവിടെ ഇലക്ട്രിക് ഇവിടെയാണുള്ളത്, അതിൽ ടച്ച് ചെയ്യുക. അതേപോലെ മൂന്നാമത്തെ നമുക്ക് എന്താണോ ഉള്ളത് അതിൽ ടച്ച് ചെയ്യുക. വിൻഡോ എന്നാണുള്ളത് മൂന്നാമത്തെ, ആ വിൻഡോയിൽ നമ്മൾ ടച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ വിൻഡോ ഇവിടെയാണ് ഉള്ളത്. ഇത് വിൻഡോയിൽ ടച്ച് ചെയ്തു. ഇങ്ങനെ ഓരോ വാക്കുകളും ടച്ച് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഡിപ്പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡിപ്പാർട്ടിൽ 2 ഉണ്ട്. കാരണം അവർ സെക്യൂരിറ്റി കോഡ് തരുന്നവർ ചിലപ്പോൾ 2 പ്രാവശ്യം ചോദിക്കും. നിങ്ങൾ 2 ഉണ്ടെന്ന് കൺഫ്യൂഷൻ ആവണ്ട. ചിലതിൽ 1 ഉണ്ടാവുള്ളൂ. ഓരോ വേർഡുകളും ഓരോ പ്രാവശ്യം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 2 വേർഡ് ഒരേപോലെ ഉണ്ടാവും. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ആൾറെഡി ഡിപ്പാർട്ട്മെൻറ്റുള്ളത് ഒന്ന് ടച്ച് ചെയ്തു. അടുത്ത സോപ്പ് അത് ടച്ച് ചെയ്യണം. അടുത്ത് ഫോറസ്റ്റ് ടച്ച് ചെയ്യണം. അടുത്ത് നോവൽ ടച്ച് ചെയ്തു. അടുത്തത് ടച്ച് ചെയ്തു. അടുത്ത് സോഫ്റ്റ് ടച്ച് ചെയ്തു. അടുത്ത വീണ്ടും ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഇതിനെ സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്തതിന് ശേഷം
നമ്മൾ വെരിഫിക്കേഷൻ കൊടുക്കുകയാണ്. വെരിഫിക്കേഷൻ കൊടുത്താൽ ഇതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരിക. ഇത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഈ പൊസിഷന് വരുന്ന സമയത്ത് ജസ്റ്റ് സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്യുക, അത് പോയിക്കോളും. ഇങ്ങനെയാണ് നമ്മുടെ വാലറ്റ് ക്രിയേറ്റ് ആവുന്നത്. ഇപ്പോൾ വാലറ്റ് ക്രിയേറ്റ് ആയി. ജസ്റ്റ് ഇത് ഇവിടെ ഒരു ഇൻഡു മാർക്കില്ലേ, അതിന് ഇതൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൊടുക്കുകയാണ്. ഇപ്പോൾ വാലറ്റ് ഇങ്ങനെയാണ് ഇരിക്കുക കേട്ടോ നമ്മുടെ വാലറ്റ്. ഇപ്പോൾ വാലറ്റ് ക്രിയേറ്റ് ആയി. ഓക്കെ, നമുക്ക് സേഫാൾ വാലറ്റ് ക്രിയേറ്റ് ആയി. ജസ്റ്റ് ഞാൻ ബാക്കിലോട്ട് പോവുകയാണ്. ബാക്കിലോട്ട് വന്നു. അപ്പോൾ വാലറ്റ് ഒന്നും കൂടി നോക്കുകയാണ്. ഇതാ വാലറ്റ് ഇവിടെ ഉണ്ട്. നമുക്ക് ഇങ്ങനെയാണ് വാലറ്റ് ഓപ്പൺ ആവുക. ഓക്കെ, ഇതിലിപ്പോൾ നമ്മുടെ 7 യൂണിവേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് OPBNPയും OPBNPയുടെ USDT നമ്മൾ ഉള്ളിൽ കൊണ്ടുവരണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 3 ഡോട്ട് കാണുന്നില്ലേ, അതിൽ ടച്ച് ചെയ്യുക. മാനേജ് കോയിൻ കാണുന്നില്ലേ, അതിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരുപാട് കോയിനുകളുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഇവിടെ സെർച്ചിൽ OPBNP എന്ന് ടൈപ്പ് ചെയ്യുക. OPBNP എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നില്ലേ OPBNPയുടെ ബ്രാക്കറ്റിൽ OPBNP എന്ന് കാണിക്കുന്നില്ലേ ഫസ്റ്റ് വരുന്നത്, അതിൻ്റെ ഈ കോർണറിലുള്ള പ്ലസ് സിമ്പിൾ ഉണ്ടല്ലോ, ഇതിൽ ടച്ച് ചെയ്യുക. ജസ്റ്റ് ടച്ച് ചെയ്താൽ മാത്രം മതി. ഈ പ്ലസ് സിമ്പിൾ ടച്ച് ചെയ്താൽ തന്നെ അത് നമ്മുടെ വാലറ്റിലേക്ക് ഉള്ളിലേക്ക് വരും. ഓക്കെ, ഇതാ ഇവിടെ വന്ന് കിടക്കണില്ലേ OPBNP ഇവിടെ വന്നു. അടുത്ത് നമ്മൾ USDT ആണ് നമ്മൾ എടുക്കേണ്ടത്. അതേപോലെ 3 ഡോട്ടിൽ ടച്ച് ചെയ്തു, മാനേജ് കോയിനിൽ പോയി വീണ്ടും മുകളിൽ വന്നു, സെർച്ചിൽ കൊടുക്കുന്നു, USDT നമ്മൾ കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ USDT എന്ന് കൊടുത്തു. അപ്പോൾ ഒരുപാട് USDTകൾ ഉണ്ടാവും, അതെല്ലാം വരും. നമുക്ക് ആവശ്യം OPBNPയുടെ USDT ആണ്. അപ്പോൾ ഇതാ 4ാമത്തെ ഓപ്ഷനായിട്ട് OPBNPയുടെ USDT ഇവിടെ ഉണ്ട്. ഇതാ കാണുന്നില്ലേ, ഇതിൻ്റെ അതേപോലെ പ്ലസ് സിമ്പിളിൽ നമ്മൾ ടച്ച് ചെയ്യണം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും, വാലറ്റിൽ അവിടെ കാണാൻ കഴിയും. ഇപ്പോൾ നമുക്ക് മറ്റുള്ള കോയിനുകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ OPBNP മാത്രമല്ല, OPBNP ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ USDT തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ ഉണ്ടാവും. OPBNPയുടെ USDT കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് കോയിനുകളുണ്ട്. നമുക്ക് ആ കോയിനുകൾ വേണമെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാം. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ OPBNP മാത്രമാണ് എനിക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോയിനിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് പ്രസ് ചെയ്യണം. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ചോദിക്കുന്നുണ്ട്. ഹൈഡ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം വന്നിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ഇതാ ബിറ്റ് കോയിൻ്റെ ഉണ്ട്. ലോങ് പ്രസ് ചെയ്തു, ഹൈഡ് ചോദിക്കണം. ഹൈഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓഫാവും. ഓക്കെ, അപ്പോൾ ഞാനിതെല്ലാം ഹൈഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾക്ക് ആവശ്യമുള്ള OPBNPയുടെ ബ്ലോക്ക് ചെയിനും OPBNPയുടെ USDT മാത്രമാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സേഫാൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ കോയിനെ കൊണ്ടുവന്ന് വയ്ക്കാനുള്ള സംവിധാനം. ഓക്കെ, ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിരിക്കുന്നു വിചാരിക്കുന്നു. സിമ്പിളല്ലേ, എല്ലാവരും ചെയ്യാൻ കഴിയും. ഓക്കെ.